Namaste children, how are you all? Welcome back to a new session of our online class. I hope all are fine. What we studied in the previous class? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചതെന്ന് എല്ലാവരും ഓർക്കുന്നുണ്ടോ? We studied two letters, swar dhwani. We studied two swar dhwani in Hindi letters. നമ്മൾ രണ്ട് സ്വരാക്ഷരങ്ങൾ ഹിന്ദിയിലുള്ള സ്വരാക്ഷരങ്ങളാണ് പഠിച്ചത്. എല്ലാവർക്കും എങ്ങനെ എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. ഐ ഹോപ്പ് ഓൾ അണ്ടർസ്റ്റുഡ് ഹൗ ടു റൈറ്റ് ദാറ്റ്. നമ്മുടെ ലൈവ് ക്ലാസ്സിലും എഴുതി കാണിച്ചിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ എല്ലാം കണ്ടപ്പോൾ മിസ് പറഞ്ഞ പോലെ റഫ് ബുക്കൊക്കെ എടുത്ത് എഴുതിയില്ലേ? I will write here which all letters we studied in the previous class. Look at the board. First we studied A. Next letter is A. ആദ്യം നമ്മൾ പഠിച്ചത് A, രണ്ടാമത് പഠിച്ചത് A. Did you get the difference between these two? First is having only one standing line. The second is having two standing line. 1, 2, 2 standing line. Did you get? ആദ്യത്തേന് ഒരു സ്ട്രെയിറ്റ് ലൈനേ ഉള്ളൂ, നേരെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരയ്ക്കുന്ന ഒരു ലൈനേ ഉള്ളൂ. ഇവിടെ രണ്ട് ലൈൻസ് വരുന്നുണ്ട്. അത് ദീർഘമായിട്ടാണ് പറയുന്നത്. ആ ആ. ഓക്കെ, നെക്സ്റ്റ് we are going to learn the other two swaradhwani. A, A. Then next, who comes next? Next, E. Hraswa E. We will learn how to write this letter. Look at the board. എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. First we want to draw one small up and down line up to the middle of the line. See this way, small line. ഇതുപോലെ ഒരു ചെറിയ up and down line ഇവിടെ വരെ വരയ്ക്കുക. Then ആ up and down ലൈനിൽ നിന്ന് this way draw one small curve to the left side. ഈ അപ്പ് ആൻഡ് ഡൗൺ ലൈനിൽ നിന്നും ഇടത്തോട്ട് ചെറുതായി ഒരു ഹാഫ് കർവ്ഡ് ആയിട്ട്, ഒരു ചെറിയ കർവ്ഡ് ആയിട്ട് ഒരു ലൈൻ കൂടി വരയ്ക്കുക. അതിനുശേഷം അപ്പ് ആൻഡ് ഡൗൺ ലൈൻ, then come to left side and then draw this way. Just like C, we are drawing one small half curve in the middle of these two lines. See this way. ഇതുപോലെ ഈ രണ്ട് വരിയുടെയും നടുവിലായി വരത്തക്ക വിധത്തില് ഒരു കർവ്ഡ് ലൈൻ വരയ്ക്കുന്നു. Then ഇതുപോലെ. Then again you want to draw one more curved line and come down and put a circle here, then again curve it here, then go to down. We want to draw this line through inside of that half circle. ഈ വരച്ച ലൈനിന്റെ കർവിന്റെ അകത്തുകൂടി എടുത്ത് പുറത്തേക്ക് വരയ്ക്കണം. അതുപോലെ വരയ്ക്കുക. Then up and down line, small up and down line. Then draw a small curved line to left side. Then again draw to right. അതിനുശേഷം ഇങ്ങനെ വന്ന് താഴേക്ക് വരയ്ക്കുക, മുകളിൽ വരയ്ക്കുക.
this way. I'll show this once again. Draw one up and down line. ചെറിയൊരു വര വരയ്ക്കുക. മുകളിലത്തെ ലൈനിൽ നിന്നും ഒരു ചെറിയ ലൈൻ താഴോട്ട് വരയ്ക്കുക. അതിൽ നിന്നും ഇതുപോലെ കർവ്ഡായിട്ട് ഒരു ലൈൻ കൂടി വരയ്ക്കുക. അതിൽ നിന്നും ഇതുപോലെ വന്ന് താഴേക്ക് വരയ്ക്കുക. ദെൻ മുകളിൽ വരയ്ക്കുക. എല്ലാവരും റഫ് ബുക്കിൽ എഴുതി വെക്കുക. റൈറ്റ് ഡൗൺ ഇൻ യുവർ റഫ് ബുക്ക്. Along with me, you start writing. Look at the board and write into your book. This way, write down. Okay. Which letter is this? E. When you are writing this, say and write E. E. E say Imli. E say Elaichi. E say Idli. E say Istari. Hrasva E. Next Swaradhwani is stretching way we are pronouncing this same letter E. അടുത്ത സ്വരധ്വനി എന്ന് പറയുന്നത് നമ്മൾ ആ ഇ തന്നെ ഒരു സ്ട്രെച്ച് ചെയ്ത് ഉച്ചരിക്കുന്നതാണ്. ഇ ഇ ഇ ഇ. വിച്ച് ലെറ്റർ ഇസ് ദിസ്? ഇ. സ്വരധ്വനി ഇ. Now we will see how to write this. എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. The same way we should written Hrasva E. That way we are writing. This is something more we want to add to this letter. ഈ മുകളിൽ കാണുന്ന ഒരു ചിഹ്നം മാത്രമാണ് നമുക്ക് ആദ്യം എഴുതിയ ഇയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എഴുതുന്നത് നോക്കാം. ഫസ്റ്റ് വി വാണ്ട് ടു ഡ്രോ വൺ ലൈൻ. ഒരു അപ്പ് ആൻഡ് ഡൗൺ ലൈൻ, ചെറിയ സ്മോൾ ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇതുപോലെ ലെഫ്റ്റിലോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് താഴേക്ക് കർവ്ഡാക്കി വരയ്ക്കുക. You want to draw one small line to leftward and then curve it and come down this way. Take it down. താഴേക്ക് വരയ്ക്കുക. അതിനുശേഷം we want to again curve it here, then come to draw this line to upward and then again want to draw through this curve. Circle it and draw it to down. ഇത് പോലെ എസ് പോലെ വരച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ചെറിയ കർവ്ഡാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും താഴോട്ട് വരയ്ക്കുക. അതിനുശേഷം മുകളിലെ ചിഹ്നം വരയ്ക്കുക. മുകളിൽ ചിഹ്നം വരയ്ക്കുക. ഇതുപോലെ. Once again I'll show. First draw one line. Then draw one small line to leftward. Then curve it here. Then again come to rightward. Draw one small line to rightward. അതിനുശേഷം അത് റൈറ്റിലോട്ടും അതുപോലെ വരയ്ക്കുക, കർവ് ചെയ്യുക. Then again ഇങ്ങനെ വരയ്ക്കുക. ഇ എന്ന് എഴുതുക. മുകളിൽ ഹാഫ് സർക്കിൾ വരയ്ക്കുക. Draw a half circle over this letter. Then it will read as E. Half circle we want to draw correct over this letter. So it will read as E.
This way we want to draw. See, E say eek. E say eek. Eid. No need to write and study these all words. Using these all letters, some words given in your text, no need to write and study those words. ആ വേർഡ്സ് ഒന്നും തന്നെ ആരും എഴുതി പഠിക്കണ്ട. ലെറ്റർ നമ്മൾ പഠിച്ച ലെറ്റർ ഏതെല്ലാം ലെറ്റേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്? വിച്ച് ഓൾ ലെറ്റേഴ്സ് വി സ്റ്റഡീഡ്? ഫസ്റ്റ് ലെറ്റർ ആ. ആ. നെക്സ്റ്റ് ആ. Third letter we studied E. Next one E. A. 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 E. 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 These four letters we studied. Write and study these four letters very well. No need to study those words. വേർഡ്സ് നിങ്ങൾ പഠിക്കേണ്ട. വേർഡ്സ് എങ്ങനെയാണ് പറയുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ആസേ, അനാർ, അഖ്രോട്ട്, അമ്രൂദ്, അച്ചാർ. These are words given in your text. No need to write and study that. Tell and study that. ആ എന്നുള്ള അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു വാക്ക് പറയാൻ പറഞ്ഞാൽ ആസേ അമ്രൂദ്, അമ്രൂദ് ഗുവാവ. ആസേ അച്ചാർ പിക്കിൾ. ആസേ അജ്ഗർ ബോവ പാമ്പ്. ആസേ അനാർ, അനാർ ഈസ് പൊമിഗ്രാനേറ്റ്. അപ്പോൾ ഇങ്ങനെ ഏതെല്ലാം വാക്കുകൾ ആ വെച്ചിട്ടുള്ള എന്നുള്ള ധ്വനി വെച്ചിട്ടുള്ള വാക്കുകൾ പറയാൻ പഠിക്കുക. ദെൻ ആ എന്നുള്ള ലെറ്റർ വെച്ചിട്ട് ആസേ ആം മാംഗോ മാമ്പഴം. ആസേ ആം ആദ്മി, ആദ്മി മാൻ. അപ്പോൾ അതേപോലുള്ള വാക്കുകൾ പറയാനായിട്ട് പഠിക്കുക. ആ വെച്ചിട്ടുള്ള വാക്കുകൾ. വിച്ച് ഓൾ വേർഡ്സ് യൂസിങ് ദിസ് ലെറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടണം. ഏതെല്ലാം വാക്കുകളാണ് ഈ ലെറ്റർ ഉപയോഗിച്ചുള്ളത്? ആം, ആദ്മി. ദെൻ നെക്സ്റ്റ് ലെറ്റർ ഇ. ഈ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ്? ഈസേ ഇംലി, ടമറിൻഡ് പുളി. ഈസേ ഇംലി. ഈസേ ഇലാച്ചി, ഇലാച്ചി കാർഡമം, ദാറ്റ്സ് എ സ്പൈസ്. ഈസേ ഇലാച്ചി. ഇംലി, ഇഡ്ഡലി. We are having this idli as breakfast and all. Well, everybody knows that. എല്ലാവർക്കും അറിയാവുന്നതാണ് ഇഡ്ഡലി, ഇംലി, ഇലാച്ചി. ഇതെല്ലാം തന്നെ നമ്മൾ ദിവസവും കാണുന്ന സാധനങ്ങളാണ്. ദെൻ ഇസ്തിരി. ഇസ്തിരി ഈസ് അയൺ ബോക്സ്, തേപ്പ് പെട്ടി. അയൺ ബോക്സും. അപ്പോൾ അതിനെന്താ പറയുന്നത്? ഇസ്തിരി. അപ്പോൾ ഇതെല്ലാം ഈ വെച്ചിട്ട് ഉള്ള വാക്കുകളാണ്. ദീസ് ഓൾ വേർഡ്സ് starting with this letter E. ഹ്രസ്വമായിട്ടുള്ള ഇ. ഹ്രസ്വ is a starting letter, which is the starting letter of this ഇലാച്ചി എന്ന് ചോദിച്ചാൽ ഇ. ഈ എന്ന് ഇലാച്ചി എന്നുള്ള വാക്കിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഏതാണ്? ഇ. ദെൻ ഇ. ഈ സെ ഈക്ക്. ഈക്ക് ഷുഗർ കെയിൻ. ഷുഗർ കെയിൻ. ഈദ്, Eid al-Fitr. I'm not writing these words. These are words given in your text. I'm not writing here. If I write here, you will think
I am giving to write and study. That's why I am not writing this all words here. ഞാൻ ഈ വേർഡ്സ് ഇത് ഉപയോഗിച്ചുള്ള വേർഡ്സ് ഒന്നും ഇവിടെ എഴുതുന്നില്ല. അത് എഴുതിയാൽ നിങ്ങൾ ആ വേർഡ്സ് എഴുതാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ആ വേർഡ്സ് എഴുതേണ്ട ആവശ്യമില്ല. ഈ വേർഡ്സ് എല്ലാം പറയാനായിട്ട് പറഞ്ഞു പഠിക്കുക. അത് പറയുന്നത് കേട്ട് പറഞ്ഞു പഠിക്കുക. അപ്പം അത് ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് ഓൾ വേർഡ്സ് സ്റ്റാർട്ടിങ് വിത്ത് ദിസ് ലെറ്റർ. ഈ എന്നുള്ള അക്ഷരം വെച്ച് ആരംഭിക്കുന്ന വാക്കുകൾ ഏതെല്ലാം? ഈക്ക്, ഈക്ക്, ഷുഗർ കെയിൻ. ദെൻ ആ പിക്ചർ ഐഡന്റിഫൈ ചെയ്യുക. ഈക്ക്, ഈക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗർ കെയിൻ. ദാറ്റ്സ് എ മീൻ. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ കരിമ്പ്. അപ്പം അത് എല്ലാം 3 അർത്ഥങ്ങളും അറിഞ്ഞിരിക്കുക, പറയാനായിട്ട് അറിയണം. ഈ ലെറ്റേഴ്സ് എല്ലാം നന്നായിട്ട് എഴുതി പഠിക്കണം. സോ ഐ ഹോപ്പ് എവ്രി വൺ റിട്ടേൺ ഇൻ ടു റഫ് ബുക്ക്. ഇതെല്ലാവരും റഫ് ബുക്കിലേക്ക് എഴുതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും ഇത് എഴുതി താഴെ എഴുതി പഠിക്കുക. അതിനുശേഷം ഈ 4 ലെറ്ററും നോട്ട്ബുക്കിലേക്ക് എഴുതുക. സോ യു ഹാവ് ടു റൈറ്റ് ദീസ് 4 letters right onto notebook. These 4 letters right onto notebook. How to write this? ഇത് നന്നായിട്ട് റഫ് ബുക്കിൽ എഴുതി പഠിച്ച് ഇതിന് ശേഷം ഇത് നോട്ട്ബുക്കിലേക്ക് എല്ലാവരും തന്നെ എഴുതുക. ടെക്സ്റ്റ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ എഴുതാം. ഓക്കെ, സോ റൈറ്റ് വെരി നീറ്റ്ലി. 2 ലൈനിലും ടച്ച് ചെയ്ത് വേണം എഴുതാനായിട്ട്. എപ്പോഴും അതിൻ്റെ റബ്ബ് ചെയ്ത് റബ്ബിഷ് ആക്കരുത്. ഡോണ്ട് ഗെറ്റ് ഇറ്റ് ബ്ലാക്ക് ബൈ റബ്ബിങ് ദിസ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, വീണ്ടും വീണ്ടും മാച്ച് അത് റബ്ബ് ചെയ്ത് ബ്ലാക്കൻ ചെയ്ത് വൃത്തികേടാക്കരുത്. പുസ്തകം കീറരുത്. നല്ല ഭംഗിയായിട്ട് അക്ഷരങ്ങൾ എഴുതുക. പുസ്തകവും ബുക്കും സൂക്ഷിക്കുക. Did you understand how to write these all letters? എല്ലാവർക്കും മനസ്സിലായില്ലേ ലെറ്റേഴ്സ് എങ്ങനെ എഴുതുന്നതെന്ന്? നമുക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ട് അതിൻ്റെ വേർഡ്സ്, ആ ലെറ്റേഴ്സ് ഉപയോഗിച്ചുള്ള വേർഡ്സ് എല്ലാം വായിക്കാം. മിസ് പറഞ്ഞുതരാം എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാനും പഠിക്കാനും ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ആരും തന്നെ വാക്കുകളൊന്നും എഴുതി പഠിക്കേണ്ട, വാക്കുകളൊന്നും എഴുതി പഠിക്കാനുള്ളതല്ല. Now we will see some birds and animals. How to say the bird's name in Hindi, animal's name in Hindi. ഇപ്പോൾ നമ്മൾ കുറച്ച് ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും പേരുകൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നതെന്ന് ഒന്ന് നോക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? ബേർഡ്സിനെയും ആനിമൽസിനെയൊക്കെ ഇഷ്ടമാണല്ലേ? നമുക്ക് അവരുടെ മലയാളം പേരുകൾ അറിയാം, ഇംഗ്ലീഷിലുള്ള പേരുകളും അറിയാം. We all know how to say their names in English as well as in Malayalam. So we have to learn the name in Hindi also. ഹിന്ദിയിൽ നമുക്ക് എങ്ങനെയാണ് അവരുടെ പേരുകൾ പറയുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് കാണാപ്പാഠം പഠിക്കാനോ എക്സാമിനോ ഒന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പക്ഷി, ബേർഡ്സ്. ദ നെയിം ഓഫ് ബേർഡ്സ് ഇൻ ഹിന്ദി: ഡക്ക്, ബത്തക്ക്, ഡക്ക്, ബത്തക്ക്. ക്രോ, കൗവ, ക്രോ, കൗവ. മൈന, 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 മൈന. പാരറ്റ്, തോത്ത, പാരറ്റ്, തോത്ത. സ്പാരോ, ഗൗരയ്യ. How we can say that? Sparrow, gauraiya. Pigeon, kabutar, pigeon, kabutar. Eagle, cheel, eagle, cheel. Peacock, more, peacock, more. Cuckoo bird, koel, cuckoo, koel. These are the birds' name. You just
tell and study this. Okay, tell and study this. By hearing this voice from the video, you can tell and study these all words. Don't write and study. ഓക്കെ, ആരും തന്നെ എഴുതി പഠിക്കാനല്ല, ഇത് പറഞ്ഞ് പഠിക്കുക. എങ്ങനെയാണ് ഒരു കുക്കു ബേർഡിന് എന്താണ് പറയുന്നത്? കോയൽ. കുക്കു ബേർഡ്, കോയൽ. അപ്പോൾ കിളികൾക്ക് എങ്ങനെയാണ് പേരുകൾ വരുന്നതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വി വിൽ സീ ദ ആനിമൽസ് നെയിം. പശു, ആനിമൽസ്. പശു എന്ന് ഹിന്ദിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനിമൽ എന്നാണ് മീനിങ്. ഫസ്റ്റ് ആനിമൽ. മങ്കി, ബന്ദർ. മങ്കി, ബന്ദർ. ഡോഗ്, കുത്ത. ഡോഗ്, കുത്ത. ഊണ്ട്, ഊണ്ട്. ക്യാമൽ. ക്യാമലിന് എന്താണ് പറയുന്നത് ഹിന്ദിയിൽ? ഊണ്ട്. ഒട്ടകം. ടൈഗർ, ബാഘ്. കടുവ. ടൈഗർ, ബാഘ്, കടുവ. റാബിറ്റ്, ഖർഗോഷ്. റാബിറ്റ്, ഖർഗോഷ്. കൗ, ഗായ്. കൗ, ഗായ്. Elephant, hathi. Elephant, hathi. Deer, hiran. Deer, hiran. Billy, cat. Cat, billy. Horse, ghoda. Ghoda, horse. Got it? ഇതുപോലെ വോയിസ് കേട്ട്, വീഡിയോയിലുള്ള വോയിസ് കേട്ട് ഈ ആനിമൽസിൻ്റെ പേരെങ്ങനെയാണ് പറയുന്നതെന്ന് അതിൽ പിക്ചർ നോക്കി മനസ്സിലാക്കുക. ഈ പിക്ചറിലുള്ള എല്ലാ ആനിമൽസിനും നിങ്ങൾക്ക് പരിചയമുള്ളവയാണ്. കുരങ്ങൻ, ബന്ദർ, കുരങ്ങൻ. കുത്ത, ഡോഗ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഹിന്ദിയിൽ കൂടി പറഞ്ഞ് പഠിക്കുക. പറഞ്ഞ് പഠിക്കുക, എഴുതി പഠിക്കേണ്ട ആരും പറഞ്ഞു പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്യുമല്ലോ. നമുക്ക് എങ്ങനെയാണ് ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയൊക്കെ പേര് പറയുന്നതെന്നും കൂടി പഠിച്ചു പോകാം. ഓക്കെ. Before starting the live class, you have to keep, if the text is there, if you got the text, you have to keep the text near to you, and one pencil, eraser, and of course your notebook. You must keep in front of the table wherever you are sitting. You have to keep these all things beside you. Okay, so now it's the time to wind up today's session. I hope all understood up to here. We will meet in the next class with the next 2 letters. Till then, stay at home, stay safe, take care. Bye.